എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ സ്വച്ഛ ഭാരതമായിരുന്നു. അമ്മയും പണിക്കൊരു ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ക്ലീനിങ് പ്രോസസ്സിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങിയത് കുക്കിംഗ് പ്രോസസ്സിലേക്കാണ്. അപ്പം ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ മേടിക്കും. എനിക്ക് കുറച്ച് ചിക്കൻ കറി വെക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ 2 കിലോ ചിക്കനാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് 4 ഓണിയൻസ് ഫൈൻലി ചോപ്ഡ്, 2 തക്കാളി ഫൈൻലി ചോപ്ഡ്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്. ഇത് കുറച്ചെന്ന് പറയുന്നത് എനിക്ക് ശരിക്കും അളവറിയാത്തതുകൊണ്ടാണ്. സോ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കി, എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിൽ കുറച്ച് ഉപ്പുപൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് പെപ്പർ പൊടി ഇട്ടിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ വെക്കൊന്നും വേണ്ട. ജസ്റ്റ് അത് നന്നായിട്ട് ആ മസാല ചിക്കനിലേക്ക് ഇറങ്ങുന്ന വിധം നന്നായി പുരട്ടി ഒന്ന് മാറ്റി വെച്ചാൽ മതി. നമ്മൾ സോട്ട് ചെയ്യുന്ന ടൈം മാത്രമേ അത് നമുക്ക് മാറ്റി വെക്കണ്ടൂ. എന്നിട്ട് നമ്മളൊരു വലിയ പാത്രം എടുത്തിട്ട് നമ്മൾ ഫൈനലി ചോപ്പ് ചെയ്ത ഓണിയനും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി സോട്ടേ ചെയ്തിട്ട് അത് നല്ല ട്രാൻസ്പെറൻറ്റ് കളറായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യുക. സോ ആ പേസ്റ്റ് അതിലിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ച മണം പോയതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് മസാലാസ് ആഡ് ചെയ്യും. ഈ കുറച്ചെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു അളവിന് മസാലാസ് ഇട്ടിട്ട് പിന്നെ ടേസ്റ്റ് ചെയ്തിട്ടാണ് ഒന്നെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യുക. അപ്പം ഞാനിട്ട മസാലാസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പെപ്പർ പൊടി അതൊക്കെ ഇട്ടിട്ട് പിന്നെ തക്കാളി ഇട്ടൊന്ന് സോട്ടേ ചെയ്തിട്ട് തക്കാളി വേകാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത്. അതൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം ഞാനത് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ അതിൽ നിന്ന് വെള്ളം ലൂസ് ചെയ്യാൻ തുടങ്ങി. സോ നമ്മൾ ഈ ചിക്കൻ കറി ഫുള്ള് ചിക്കൻ ലൂസ് ചെയ്യുന്ന വെള്ളം കൊണ്ട് മാത്രമാണ്. നമ്മൾ ആദ്യം 2 സ്പൂൺ വെള്ളം ഒഴിച്ചു, പിന്നെ നമ്മളിത് തീരെ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം വെച്ച് മാത്രമാണ് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ചിക്കൻ കറിയുടെ പേര് കൈപ്പുണ്യം ചിക്കൻ എന്നാണ്. ഇതിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ഇതിനകത്ത് കുറച്ച് എരിവ് കുറവും കളർ കുറവും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്ക് ഡിഷിനൊക്കെ കളർ വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അപ്പുറത്തൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിനകത്ത് ആവശ്യമുള്ള അത്രയ്ക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. അത് കറുക്കാൻ പാടില്ല, അത് കരിയാൻ പാടില്ല, നല്ല ബ്രൗൺ ആവണം. ബ്രൗൺ ആകുന്നവരെ നമ്മൾ സിമ്മിൽ വെച്ച് നന്നായി അത് സോട്ടേ ചെയ്തിട്ട് ആ പൊടി അങ്ങനെ എടുത്ത് ചിക്കൻ കറിയിലിട്ട് നന്നായി മിക്സ് ചെയ്യുക. ചിക്കൻ കറിയിലിട്ട് നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കളറും ആവശ്യത്തിനുള്ള ടേസ്റ്റും അതിൽ നിന്ന് കിട്ടും. നമുക്ക് എന്തെങ്കിലും കൂടിപ്പോയാൽ കുറയ്ക്കാൻ പറ്റില്ല, കുറഞ്ഞു പോയാൽ കൂട്ടാന്നുള്ളതുകൊണ്ട് ഞാനെല്ലാം കുറേശ്ശെ ഇട്ടിട്ട് ടേസ്റ്റ് നോക്കിയിട്ടാണ് ആഡ് ചെയ്യുക. ആൻഡ് പിന്നെ ഞാനൊരു ഇൻഗ്രീഡിയൻ്റ് അതിൽ ആഡ് ചെയ്തത് നാളികേരമാണ്. നാളികേരം ചിരക്കി വെച്ച നാളികേരം ഒരു പിടിയും പിന്നെ കുറച്ചും കൂടി വെള്ളയ്ക്ക് തൂകി വിടുകയാണ് ചെയ്തത്. അതും കൂടി ഇട്ടപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചും കൂടി തിക്കാവുക ചെയ്തത്. എൻ്റെ കുറച്ച് വെള്ളമൊക്കെ വിട്ട് വന്നപ്പോൾ ഞാൻ നാളികേരം കൂടി ഇട്ടപ്പോൾ എൻ്റെ ചിക്കൻ കുറച്ചും കൂടെ തിക്ക് ഗ്രേവിയായി. ആൻഡ് അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഞാൻ വിളിച്ച് ചോദിച്ചു നോക്കി. അപ്പോൾ കുറച്ചും കൂടി വേവാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി വേണ്ടിയിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചു. ആൻഡ് വേവിച്ചതിന് ശേഷം നമ്മൾ ലിഡ് തുറന്നിട്ട് അതിലേക്ക് വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ പഞ്ചസാര 1 സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി വെച്ചിട്ട് ഡിഷ് അടച്ച് വയ്ക്കുകയാണ് ചെയ്തത്. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റി കറി തന്നെയായിരുന്നു. പക്ഷേ ഇത് ചോറിൻ്റെ കൂടെയല്ല, ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ നന്നായിരിക്കും. ആൻഡ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ആൻഡ് അങ്ങനെ എൻ്റെ ഇന്നത്തെ പരീക്ഷണവും വിജയിച്ചിരിക്കുന്നു. വീണ്ടും മറ്റൊരു പരീക്ഷണവുമായിട്ട് ഞാൻ വീണ്ടും വരാം. ആൻഡ് ദ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് ടാറ്റ ബൈ.